ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കാമദ ഏകാദശി. നമുക്ക് കാമദ ഏകാദശി എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അതിൻ്റെ മഹാത്മ്യം, അതുപോലെ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലേ. അറിഞ്ഞുകൊണ്ട് നമ്മൾ ആചരിക്കുമ്പോൾ ആ ആചരണത്തിന് കുറച്ചുകൂടി ഒരു ശക്തി ഉണ്ടാവും. കാമദ ഏകാദശി എന്നാൽ ആ വാക്കിലുള്ളതുപോലെ തന്നെ കാമം, ആഗ്രഹങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഈ ഒരു ഏകാദശി, കാമദ ഏകാദശി. അപ്പോൾ ഹിന്ദു വർഷം അതെ ചാന്ദ്ര പുതുവത്സരമായ ചൈത്ര നവരാത്രിക്ക് ശേഷമുള്ള ആദ്യത്തെ ഏകാദശിയാണിത്. കാമദ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വ്രതമാണിത്. ഈ കാമദ ഏകാദശി നമ്മൾ അനുഷ്ഠിച്ചാൽ നമ്മളുടെ ലൗകികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അതിലൂടെ നമുക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതിയും നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കാമദ ഏകാദശിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ വരാഹപുരാണത്തിൽ പറയുന്നുണ്ട്. പാണ്ഡവ രാജാവായ യുധിഷ്ഠിരന് ഭഗവാൻ കൃഷ്ണൻ വിവരിച്ചു കൊടുക്കുന്നു. വസിഷ്ഠ മഹർഷി ദിലീപൻ രാജാവിന് പറഞ്ഞതുപോലെ ഒരിക്കൽ ഒരു യുവ ഗന്ധർവ ദമ്പതികളായ ലളിതും ഭാര്യ ലളിതയും അവർ രത്നപുരം നഗരത്തിൽ താമസിച്ചിരുന്നു. സ്വർണവും വെള്ളിയും കൊണ്ടൊക്കെ അലങ്കരിച്ച വളരെ സമ്പന്നമായ ഒരു നഗരമായിരുന്നു ഈ ഒരു രത്നപുര നഗരം. അവിടെ പുണ്ടരീക രാജാവാണ് ആ രാജ്യം ഭരിച്ചിരുന്നത്. ലളിത് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രശസ്ത ഗായകനായിരുന്നു. ലളിത രാജകൊട്ടാരത്തിലെ പ്രശസ്ത നർത്തകിയുമായിരുന്നു. ഒരു ദിവസം രാജകൊട്ടാരത്തിൽ ലളിത് പാടിക്കൊണ്ടിരുന്നപ്പോൾ പാട്ടിൽ നിന്ന് ശ്രദ്ധ തൻ്റെ ഭാര്യയിലേക്ക് തിരിഞ്ഞു. ഭാര്യ കൊട്ടാരത്തിൽ ഇല്ലായിരുന്നു. തൽഫലമായിട്ട് അദ്ദേഹം ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മയിൽ താളങ്ങൾ തെറ്റിച്ചു. അങ്ങനെ ആ താളം തെറ്റിക്കൊണ്ട് ആ ഒരു ഗാനം അവസാനിക്കുകയും ചെയ്തു. ഇത് രാജാവിനെ ഏറ്റവും കൂടുതൽ ക്ഷുഭിതനാക്കി. രാജാവ് പാതാള മേഖലയിലെ ഒരു നാഗൻ, കാർക്കോടക എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു ഭീകരനായിട്ടുള്ള ഒരു നരഭോജിയായിട്ട് മാറാൻ ലളിതനെ ശപിച്ചു. അങ്ങനെ അവൻ്റെ കഴുത്ത് ഒരു വലിയ പർവ്വതം പോലെയായി, കൈകൾ ഒക്കെ നീണ്ടു, വായ് വലിയൊരു ഗുഹയുടെ വലുപ്പമായി. അങ്ങനെ പാപകരമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഭീകരനായി മാറി. തൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ അത് ലളിതയെ വളരെയധികം ദുഃഖിപ്പിച്ചു. അങ്ങനെ വിന്ധ്യാചൽ കുന്നുകളിൽ ചുറ്റി നടക്കുന്നതിനിടയിൽ ലളിത ശൃംഗി എന്ന് പറയുന്നൊരു മുനിയെ കണ്ടുമുട്ടി. ആ മഹർഷിയെ ആദരിച്ചുകൊണ്ട് തൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ അവൾ ആ മുനീശ്വരനോട് അപേക്ഷിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി കാമദ ഏകാദശി വ്രതം ആചരിക്കാനാണ് ശൃംഗിമുനി അവളോട് പറഞ്ഞത്. ലളിത വളരെ ഭക്തിയോടെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. അടുത്ത ദിവസം വീണ്ടും ആ മുനിയെ കണ്ടു, അദ്ദേഹത്തിനെ വണങ്ങി, ഭഗവാൻ ശ്രീകൃഷ്ണനെയും വണങ്ങി. അങ്ങനെ വ്രതം അനുഷ്ഠിച്ച ആ പുണ്യത്തിൻ്റെ പ്രതിഫലമായി തൻ്റെ ഭർത്താവിന് വന്നിരിക്കുന്ന ഈ ദുർഗതി, രാജാവിൻ്റെ ആ ശാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു.
അതിനായിക്കൊണ്ട് ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ഭഗവാൻ അത് ഈ വ്രതത്തിലൂടെ സാധിപ്പിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ലളിത് തൻ്റെ യഥാർത്ഥ ഗന്ധർവ രൂപത്തിലേക്ക് തന്നെ തിരികെ വന്നു. അങ്ങനെ ഈ ഗന്ധർവ ദമ്പതിമാരെ ഒരു സ്വർഗീയമായ ഒരു പറക്കുന്ന രഥത്തിൽ സ്വർഗത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോയി എന്നൊക്കെയാണ് കഥ. എല്ലാ ഏകാദശിയെപ്പോലെ തന്നെ കാമത ഏകാദശിക്കും രാവിലെ കുളിച്ച ശേഷം ഭക്തൻ ഉപവാസമാണ് പ്രാധാന്യം. ഏകാദശിയാം ന ഭോജനം ദിനേ ഹരിനാമകീർത്തനം എന്ന് തന്നെയാണ്. ഒരു അടുത്തുള്ളൊരു ക്ഷേത്രത്തിലെങ്ങാൻ പോകാൻ പറ്റുന്നവർക്ക് പോവാം. ഉപവാസം അനുഷ്ഠിക്കുന്നവർ എവിടെയും പോകണമെന്നില്ല. എവിടെയെങ്കിലും ഇരുന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഈ ഒരു വ്രതം അതിൽ നിന്ന് അതിൻ്റെ പുണ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.